വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ന്യൂസിലാൻഡിൽ എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ ലോട്ടോ ഡ്രോയാണ്. നാളെ രാത്രി 8:30 ഡ്രോ ചെയ്യുന്ന ലോട്ടോയുടെ വിന്നിംഗ് പ്രൈസ് $50 million ആണ്. ബിരിയാണി എങ്ങാനും വിളമ്പിയാലോ എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷിച്ച. അത് കാരണമാണ് ഞാനിവിടെ ലോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഇതേവരെ ഞാനിങ്ങനെ ലോട്ടോ എടുത്തിട്ടില്ല. അപ്പം എന്താണ് ലോട്ടോ? ഏകദേശം 1987 ന്യൂസിലാൻഡ് ലോട്ടോ തുടങ്ങിയത്. അതിന് പല ഗെയിമുകളുണ്ട്. ലോട്ടോ സ്ട്രൈക്ക് ഉണ്ട്, ലോട്ടോ പവർ ബോൾ ഉണ്ട്, ലോട്ടോ കീനോ ഉണ്ട്, ലോട്ടോ ബുൾസേ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിന്നിംഗ് പ്രൈസ് ആയിട്ടുള്ള ഒരു സാധനമാണ് പവർ ബോൾ. അപ്പോൾ പവർ ബോളാണ് നമ്മളിന്ന് മേടിക്കാൻ പോകുന്നത്. അത് നമുക്ക് അടിക്കുമെന്ന് ഒരു പിടുത്തമില്ല. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യും? അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ മോർഗേജ് അടിച്ച് തീർക്കും, അല്ലെങ്കിൽ ഒരു ലക്ഷറസ് കാർ മേടിക്കും, അല്ലെങ്കിൽ ഞാൻ പുതിയൊരു വീട് മേടിക്കും, അതല്ലെങ്കിൽ ഞാൻ ലോകം മൊത്തം ശരിക്കും കറങ്ങി എൻജോയ് ചെയ്യും. അപ്പം അടിക്കോ ഇല്ലയോ എന്നൊരു പിടുത്തമില്ല. എന്തായാലും നമ്മളതൊന്ന് എടുത്തൊന്ന് ട്രൈ ചെയ്യുന്നതാണ്. നാളെ 7:30 വരെയേ ഇതിൻ്റെ സെയിലുള്ളൂ. 8:30 അത് ഡ്രോയാണ്. അത് ആർക്കടിക്കും ഒരു പിടുത്തമില്ല. ഇതിനു മുമ്പ് അടിച്ച മലയാളികളുണ്ട്, ചരിത്രമുണ്ട്. ഇതിപ്പം ഏകദേശം അവസാനം അടിച്ചത് 2016 44 million ആണ് അവസാനത്തെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസായിട്ട് വന്നേക്കുന്നത്. അതിനും ഹയസ്റ്റ് ആയിരിക്കും നാളത്തെ 50 million. ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇതൊരു അഡ്വർടൈസ്മെൻ്റ് അല്ല, ഇത് ഒരു കൈൻഡ് ഓഫ് എ മോട്ടിവേഷനാണ്. ലെക്ക് ആർക്കാണ് എപ്പോഴെന്ന് ഒരു പിടുത്തമില്ല. ചിലപ്പം എനിക്കായിരിക്കും, ചിലപ്പം നിങ്ങൾക്കായിരിക്കും. ഇവിടെ ലോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുവാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ചെറിയ ക്യൂ ആണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നമുക്ക് ഈ ലോട്ടോ പോയി എടുക്കാവുന്നതാണ്. ഒരു ലോട്ടോയ്ക്ക് ഏകദേശം $2 വരുന്നത്. ഏകദേശം സാധാരണ എല്ലാവരും എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $20 എടുക്കും. അപ്പോൾ നമ്മൾ $20 ലോട്ടോ എടുത്തിരിക്കുകയാണ്. നാളെ ഇതിന് ഭാഗ്യവാന് സംഗതി അടിക്കും. നാളെ 8:30 അറിയാം. അപ്പോൾ നാളെ എന്തായാലും വെയിറ്റ് ചെയ്ത്